ഹലോ ഗൈസ്, ഇന്നലെ രണ്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നുണക്കുഴിയും ഒന്ന് വാഴയുമാണ്. അപ്പൊ ആദ്യം നമുക്ക് വാഴയെപ്പറ്റി സംസാരിക്കാം. വേഗം ഞാൻ പറഞ്ഞു തീർത്തോളാം. ആണെങ്കിൽ ആനന്ദ് മേനോനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബിപിൻ ദാസ് നമ്മുടെ ജയ ജയ ഹേയുടെയും നമ്മുടെ ഗുരുവായൂർ അമ്പല നടന്റെയൊക്കെ ഡയറക്ടറാണ് ഇതിന്റെ റൈറ്റർ. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന ഹാഷിറാൻ ടീം, സാഫ് ബോയ്, പിന്നെ നമ്മുടെ ജോമോൻ ജ്യോതിർ, സിജു സണ്ണി തുടങ്ങിയ ആ ഒരു ടോട്ടൽ ടീം ഈ സിനിമയിലുണ്ട്. എല്ലാവരും ഇതിനകത്തുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാരെ ഇതിനകത്ത് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജോമോൻ ജ്യോതിറും സിജു സണ്ണിയൊക്കെയാണ്. പുള്ളി അവരുടെയൊക്കെ ചെറിയ ചെറിയ മാനറിസം പോലും ഭയങ്കരമായിട്ട് ചിരി വരുന്ന രീതിയിൽ, ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ കിഡിലോയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഷിറിന്റെ ഒക്കെ ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഹാഷിറിന്റെ ടീമിനും ഉണ്ടായിരുന്ന സ്പേസ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാഷിറിനെ കാണിക്കുമ്പോഴേ തിയേറ്റർ ഫുള്ള് കയ്യടിയാണ്. അതായത് ഏതാണ്ട് നമ്മുടെ മറ്റേ മമ്മൂക്കിയും മോഹൻലാലിനെ ഒക്കെ കാണിക്കുമ്പോൾ അവരുടെ ഒരു സിനിമയിൽ നമ്മൾ ഫസ്റ്റ് ഡേ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു ഹാഷിറിന്റെ എൻട്രി ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതും പൊളിയായിരുന്നു. മൊത്തത്തിൽ എല്ലാം കൂടെ നോക്കുമ്പോൾ അടിപൊളി സിനിമയാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ ചിരിക്കാനും ഇത് കണക്ട് ആവുകയും ചെയ്യുന്നത് 90s-നായിരിക്കും. അതായത് 90s-ന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ജനിച്ചവർക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ ഒരു ജനറേഷന് ആ സമയത്ത് പഠിച്ച സമയത്ത് ചെയ്ത കുറെ കാര്യങ്ങൾ, ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ രീതികൾ, അതൊക്കെയാണ് ഈ സിനിമയിൽ ഓവറോൾ ഉള്ളത്. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ സിനിമയിൽ കാണുമ്പോൾ ഇതിനകത്ത് എന്താ ചിരിക്കാനുള്ള, ഇതിനകത്ത് എന്താ കോമഡി ഉള്ളതെന്നൊക്കെ ചിലപ്പം അവർക്ക് തോന്നിയെന്ന് വരാം. ബട്ട് നമ്മുടെ ഒരു കാറ്റഗറി ആൾക്കാർക്ക്, നമ്മുടെ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്ക് ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. അതിൽ തുടക്കം മുതൽ അവസാനം വരെ ബാക്ക് ടു ബാക്ക് ചിരിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാഴ നല്ലൊരു സിനിമ അനുഭവമായിരുന്നു. അതേപോലെ തന്നെ അസീസിക്ക, നോബി, കോട്ടയം നസീറിക്ക, ഇവരെല്ലാവരും ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട്, ഇമോഷൻസ് ആണെങ്കിൽ ഇമോഷൻസിന്റെ സ്ഥലത്ത് അത് അടിപൊളിയായിരുന്നു. കോമഡി ആണെങ്കിൽ അത് നന്നായിട്ട് അതായത് എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ കോമഡി അല്ല, അതായത് നാച്ചുറൽ ആയിട്ട് ആ സീനിന് ചേരുന്ന രീതിയിലുള്ള കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ് വാഴ. പോയി ഒന്ന് ജസ്റ്റ് ചില്ലായിട്ട് വരാൻ പറ്റിയ എല്ലാവിധ ഓപ്ഷൻസും വാഴയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്യുക. അതല്ല കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.